കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാക്സിയൻ തിയറീസിനെ കുറിച്ചാണ് പറഞ്ഞത്. കാൾ മാക്സിന്റെ തിയറികളെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വെബേറിയൻ തിയറിയാണ്. കാൾ മാക്സിനെ പോലെ തന്നെ മാക്സ് വെബറും വളരെ പ്രശസ്തനായ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് വേണ്ടി സോഷ്യോളജിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് തത്വങ്ങൾ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് വെബേറിയൻ. അതായത് നമ്മുടെ മാക്സ് വെബർ എന്ന് പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ സോഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറിനെ കുറിച്ചും പവറിനെ കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന്റെ കുറച്ച് കാഴ്ചപ്പാടുകളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വെബേറിയൻ തിയറിയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം മാക്സ് വെബറിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1864 മുതൽ 1920 വരെയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നമ്മുടെ സമൂഹത്തെയൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിൽ എത്ര തരത്തിലുള്ള ആളുകളാണ് ഉള്ളത്, അവരുടെ ജീവിത രീതികൾ, അവർ നമ്മുടെ സമൂഹത്തെ എത്രത്തോളം വർഗീകരണ വിധേയമാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മാക്സ് വെബർ ഈ ഒരു തിയറിയിൽ പരാമർശിച്ചിട്ടുണ്ട്. Max Weber made tremendous contributions to sociological thought. He recognized the economic aspects of stratification, unlike Marx, who confused on the working class and looked at social development from their point of view. Weber's focus was on the role of the propertied classes. അതായത് നമ്മുടെ കാൾ മാക്സ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില തത്വങ്ങൾ മാക്സ് വെബർ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടുപേരും ഏകദേശം ഒരേ രീതിയിൽ സമൂഹത്തെ വർഗീകരിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഇവരുടെ വർഗീകരണത്തിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കാൾ മാക്സിന്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ തത്വങ്ങളെ കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ വെബേറിയൻ തിയറിനെ കുറിച്ച് വന്നത്. മാക്സ് വെബറിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കാൾ മാക്സുമായിട്ട് ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹത്തിന്റെ തത്വങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ആ താരതമ്യ പഠനം മിക്കപ്പോഴും നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സ് വെബർ നമ്മുടെ സമൂഹത്തെ ഏകദേശം 4 വർഗങ്ങളായിട്ട് അല്ലെങ്കിൽ 4 ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷേ കാൾ മാക്സ് ഏകദേശം 2 ക്ലാസ്സുകളായിട്ടാണ് സമൂഹത്തെ വേർതിരിച്ചിട്ടുള്ളത്. ആ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. കാൾ മാക്സ് ഏകദേശം 2 ക്ലാസ്സുകളാണ് പറഞ്ഞത്. ഒന്ന് മുതലാളി വർഗവും പിന്നെ തൊഴിലാളി വർഗവുമായിട്ടാണ് കാൾ മാക്സ് അദ്ദേഹത്തിന്റെ സമൂഹത്തെ വേർതിരിച്ചിട്ടുള്ളത്. വെബറിൻ തിയറിയിൽ അദ്ദേഹം നമ്മുടെ പ്രോപ്പർട്ടീസ് ഉള്ള മുതലാളി വർഗത്തെയും അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഇല്ലാത്ത വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബുള്ള ആളുകളെയും അതുകൂടാതെ ചെറിയ തൊഴിലുകൾ ചെയ്യുന്ന സ്വയം തൊഴിലുകൾ ചെയ്യുന്ന ആളുകളെ പെറ്റി ബൂർഷ്വാസീസ് അങ്ങനെ പറയുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ചും അതുകൂടാതെ തൊഴിലാളികളെ കുറിച്ചും ഇങ്ങനെ 4 രീതിയിൽ അദ്ദേഹം സമൂഹത്തെ തരംതിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സൊസൈറ്റീനെ 4 ക്ലാസ്സുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ വെബർ ഓൺ സ്ട്രാറ്റിഫിക്കേഷൻ അദ്ദേഹത്തിന്റെ വ്യൂസ് ആണ് പറയാ. വർഗീകരണം, സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്? വർഗീകരണമാണ് അല്ലെ. അപ്പൊ ആ വർഗീകരണത്തെ കുറിച്ച് വെബറിന്റെ തിയറികൾ എന്താണെന്നാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. പോയിന്റുകളായിട്ടുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. അപ്പൊ നമുക്ക് എക്സാമിന് കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. മാക്സ് വെബർ is one of the founding fathers of sociology and an alternative of Marxian theory of society. Like Marx, Weber also considered class as a classic form of social stratification. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്ന ഒരു ബേസിക് ഫോം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആയിട്ടാണ് ഇവർ രണ്ടുപേരും, കാൾ മാക്സ് ആയാലും മാക്സ് വെബർ ആയാലും കണ്ടത്. കാരണം നമുക്ക് എന്താണ്, നമ്മുടെ സമൂഹത്തെ പല രീതിയിൽ വർഗീകരിക്കാൻ അല്ലെങ്കിൽ തരംതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഘടകം ആവശ്യമാണ് അല്ലെ. ഇന്ന് നമ്മൾ പണത്തിന്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വേർതിരിക്കാറുണ്ട്, അല്ലെങ്കിൽ മതത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലുള്ള ആളുകളെ വേർതിരിക്കാറുണ്ട്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു വർഗീകരണം നടത്തിയത് ക്ലാസ് അടിസ്ഥാനത്തിലാണ്. ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അത് പ്രധാനമായിട്ടും ഇക്കണോമി അല്ലെങ്കിൽ സമ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകളായിട്ട് പല ആളുകളെയും തിരിക്കാറ്. ഇപ്പോൾ ഒരേ ജോലി ചെയ്യുന്ന ആളുകളെ ഒരു ക്ലാസ് ആയിട്ട് കാണാറുണ്ട്, അല്ലെങ്കിൽ ഒരേ കുടുംബ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ഒരേ ഒരു സാമ്പത്തിക സ്ഥിതിയും അതുപോലെ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുള്ള ഒരാളുകളെ ഒരേ ക്ലാസ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അധ്യാപകരുടെ ഒരു സംഘം അല്ലെങ്കിൽ അധ്യാപകരുടെ ഒരു ക്ലാസ്സിലെ അല്ലെങ്കിൽ ഒരു അധ്യാപകരുടെ ഒരു സംഘത്തെ നമ്മളൊരു ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളെ ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളികളെ കൂലിപ്പണി ചെയ്യുന്ന ആളുകളുടെ ഒരു സമൂഹമായിട്ട് ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ ആ ഒരു വിഭാഗത്തെ കാണാറുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ വർഗീകരണം നടത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ക്ലാസ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ.
This had the view that the basic categories of all class situations depend on property and lack of property. He differentiates different types of property, ownership and non-ownership of goods and services. Those who have property provided goods, while those who do not want, they have their labor power or skills to offer. Hence, a factory owner can offer goods produced in the factory. His workers can offer only their labor power and get wages from the factory owner. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു രീതിയിൽ ഏതെങ്കിലും മറ്റൊരു രീതിയിൽ നമ്മൾ സമൂഹത്തിലുള്ള ക്ലാസ്സുകളായിട്ട് തിരിക്കുമ്പോൾ ഈ ഫാക്ടറി ഉടമകൾ അവരൊരു ക്ലാസ്സുകളായിട്ട് നമ്മൾ തിരിക്കുകയാണെങ്കിൽ, ഒരു ക്ലാസ്സിൽപ്പെട്ട ആളുകളായിട്ട് തിരിക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഇൻകം എന്ന് പറയുന്നത് ആ ഒരു ഫാക്ടറി പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില പ്രൊഡക്റ്റുകൾ വിറ്റിട്ട് കിട്ടുന്ന ആ ഒരു പണമാണ് അവരുടെ ഒരു ഇൻകം അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗം എന്ന് പറയാം. അതുകൂടാതെ അവർക്ക് അത് എന്താണ്, ഒരു മൂലധനം പ്രൊവൈഡ് ചെയ്തിട്ടാണ് അല്ലെ നമ്മൾ ഫാക്ടറീസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ മൂലധനം പ്രൊവൈഡ് ചെയ്യാനുള്ള അവരുടെ കഴിവിനെയാണ് അവര് ഉപജീവന മാർഗത്തിനായിട്ട് ഉപയോഗിക്കുക. അതുകൂടാതെ ഫാക്ടറിയിൽ തൊഴിലാളികൾ ചെയ്യുന്ന അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ എന്താണ് അവർക്ക് അതിനു വേണ്ടിയിട്ട് അവര് ചിലവഴിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗത്തിനായിട്ട് അവർ ചിലവഴിക്കുന്നത് പണമല്ല, മറിച്ച് എന്താണ്, അവരുടെ അധ്വാന ശേഷിയാണ്. അപ്പോൾ ആ രീതിയിലാണ് വെബർ ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കാണുന്നത്. മുതലാളികൾ അവരുടെ ഉപജീവനത്തിന് വേണ്ടി അവരുടെ മൂലധനം അല്ലെങ്കിൽ പണം ഉപയോഗിക്കുകയും അവരുടെ പ്രൊഡക്ട്സ് വിട്ടിട്ട് ആ ഒരു പണം അവരുടെ ഒരു ഉപജീവന മാർഗമായിട്ട് കണ്ടെത്തുകയും ചെയ്യുന്നു. പക്ഷെ തൊഴിലാളികൾക്ക് ആ ഒരു പണം പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് അവരുടെ അധ്വാനം അല്ലെങ്കിൽ അവരുടെ ഫിസിക്കലായുള്ള ആക്ടിവിറ്റീസ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ അവരത് വിറ്റതിന് ശേഷം അവർക്ക് കിട്ടുന്ന ശമ്പളം അവരുടെ ഉപജീവനത്തിനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ക്ലാസ് ആൻഡ് ലൈഫ് ചാൻസസ്. അപ്പൊ ക്ലാസ്സും അതുപോലെ തന്നെ ലൈഫ് ചാൻസസും എങ്ങനെയാണെന്നാണ് പറയാം. അപ്പോൾ നമുക്കറിയാം ഈ ഫാക്ടറി ഉടമസ്ഥർക്ക് കൂടുതൽ ഇൻകം കിട്ടും അല്ലെ. അവർക്ക് അവരുടേതായ ചിലപ്പോൾ അവരുടെ ജനന സമയത്ത് തന്നെ അവര് പണക്കാരായിരിക്കും. ഇപ്പൊ വായിൽ വെള്ളക്കരണ്ടിയായിട്ട് ജനിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ രീതിയിൽ ജന്മം കൊണ്ടിട്ടുള്ള വളരെ പണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും ഫാക്ടറി ഉടമകളൊക്കെ. അപ്പോൾ അവരവരുടെ ജീവിതം നിലവാരം കൊണ്ടു നടക്കുന്ന രീതിയും പക്ഷേ തൊഴിലാളികളായിട്ടുള്ള പാവപ്പെട്ടവരായ ആളുകൾ അവരുടെ ജീവിതം കൊണ്ടു നടക്കുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ക്ലാസ്സും അവരുടെ ലൈഫ് സ്റ്റൈലും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതിന്റെ താരതമ്യ പഠനമാണ് ഇവിടെ ക്ലാസ്സും ലൈഫ് ചാൻസസും തമ്മിൽ എന്നൊരു ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുക. Weber considered life chances as an important aspect of class formation. Life chances means the opportunities an individual gets during the various stages of his or her life. അപ്പോൾ എന്താണ് ലൈഫ് ചാൻസസ് എന്ന് പറയാ? നമുക്ക് കൂടുതൽ പണം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചാൻസസ് ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചെന്ന് വിചാരിക്കാം. നമുക്ക് ഡിഗ്രി, PG, അതുപോലെ തന്നെ നമുക്ക് യോഗയിൽ നല്ലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല രീതിയിൽ ഇപ്പൊ സ്വിമ്മിങ്ങിന് നമുക്കൊരു സർട്ടിഫൈഡ് കോഴ്സ് നമ്മൾ പാസ്സായിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടും തോറും നമുക്ക് എന്തൊക്കെ കിട്ടും? നമുക്ക് ചാൻസസ്, നമുക്ക് ജോലിക്കുള്ള ചാൻസസ് കൂടുതലാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ പണമുള്ള ആളുകൾക്ക് കൂടുതൽ ചാൻസസ് ഉണ്ട് അവരുടെ ലൈഫിൽ. അവർക്ക് കൂടുതൽ നല്ല എഡ്യൂക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടാനും ഒക്കെയുള്ള ഒരു ചാൻസസ് അവർക്ക് കൂടുതലാണ്. അപ്പോൾ ഈ ക്ലാസ് ഡിഫറൻസസിൽ എന്ന് പറയുന്നത് നമ്മുടെ മുതലാളിത്ത വർഗ്ഗങ്ങളിലും അതുപോലെ തന്നെ തൊഴിലാളി വർഗ്ഗങ്ങളിലും അവർക്ക് കിട്ടുന്ന ലൈഫ് ചാൻസസ് എന്ന് പറയുന്നത് പണത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഡിഫറെന്റ് ആയിരിക്കുമെന്നാണ് വെബർ അഭിപ്രായപ്പെടുക. To illustrate the point, to take an individual born in a worker's family and an individual from an upper class family. The education for the child from a worker family will not be as expensive or as intense as the education of a child is an upper class family. They will also have different employment opportunities. Their different family backgrounds also make them part of different classes. They will also differ in social interaction and marriage. അപ്പോൾ ഉയർന്ന അപ്പർ ക്ലാസ്സിൽപ്പെട്ട അല്ലെങ്കിൽ ഉയർന്ന വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടുതൽ അവർക്ക് എഡ്യൂക്കേഷൻ നേടാനും ഒക്കെയുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ വളരെ ചെലവേറിയതായിരുന്നു. ഇന്നത്തെ പോലെ ഫ്രീ എഡ്യൂക്കേഷൻ ഒന്നും നമുക്ക് അന്ന് ഇപ്പോഴെന്താണ് 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യമായ എഡ്യൂക്കേഷൻ നമ്മൾ നൽകുന്നുണ്ട് അല്ലെ, സർക്കാരുകൾ നൽകുന്നുണ്ട്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഏകദേശം 1864 മുതൽ 1920 വരെയുള്ള കാലഘട്ടത്തിൽ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ കുറഞ്ഞ വേതനം ലഭിക്കുന്ന ആളുകൾക്ക് അവരുടെ
അവരുടെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസം നൽകുവാനായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു മെച്ചപ്പെട്ട മേഖലകളിലേക്ക് പോകാനോ അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാനോ സാധിക്കാതെ വരികയും അവര് വീണ്ടും എന്തായി മാറുകയാണ് ചെയ്തത്. അവര് വീണ്ടും തൊഴിലാളികളായിട്ട് അവരുടെ കുട്ടികൾ തൊഴിലാളികളുടെ കുട്ടികൾ തൊഴിലാളികളായിട്ട് മാറുക തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ഒരു ക്ലാസ്സിന് ഒരു ഹൈക്ക് അല്ലെങ്കിൽ ഒരു മാറ്റമൊന്നും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പണക്കാരായ ആളുകളുടെ മക്കൾക്ക് അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് അവരുടെ പണക്കാരായ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുകയും അവർ വീണ്ടും ഉയർന്ന ക്ലാസ്സുകളായിട്ട് മാറാനായിട്ട് തുടങ്ങുകയും ചെയ്തു. The life chances or members of a class were similar because this is what gave permanence to that class as the next generation to join the same class. Therefore, life chances is sharing of economic and cultural goods, which are available differently for different groups. As expectations, the son of an industrialist may become a worker because of his abilities or other circumstances. അപ്പോൾ ലൈഫ് ചാൻസസ് ചില കാര്യങ്ങളിൽ ചിലപ്പോൾ മാത്രം വേറിട്ട് നിൽക്കാം. ഒന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് പാവപ്പെട്ട ആളുകൾക്കും ഉയർന്ന മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന നിലയിലേക്ക് എത്താൻ സാധിക്കും അല്ലെ. നമുക്ക് എന്താണ് നമ്മളൊരു ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിലുള്ള ആളുകൾക്ക് ഒരു പദവി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ അവരുടെ ക്ലാസ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ഉയർന്ന ഒരു നിലയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ അവർക്കൊരു എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവരെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ IPS IAS മേഖലകളിലൊക്കെ അവർക്ക് നല്ല രീതിയിൽ ഒരു സംവരണമൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ എന്താണ്, താഴെക്കിടയിലുള്ള ആ ക്ലാസ്സിലുള്ള ആളുകളെ ഉയർന്ന നിലയിലേക്ക് മാറ്റുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. The market situation also determines the life changes of an individual. A worker's son becomes a worker because this is the best occupation available to him, give his background. But on the other hand, the property owner can depend on the income they get from their productive property. So the two basic aspects in Weber's theory are the control or lack of control over productive property determines the class. All members of a group have similar life chances, and the life chances of individuals depend on the market situation. അപ്പോൾ അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ലൈഫ് ചാൻസസ് എന്ന് പറയുന്നത് അവരുടെ പണം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക നില അനുസരിച്ച് വ്യത്യാസപ്പെടാം. അതുപോലെ തന്നെ മേ ബി ഒരു ഉയർന്ന ജോലിയിലുള്ള അല്ലെങ്കിൽ ഉയർന്ന ക്ലാസ്സിലുള്ള ആളിന്റെ മകൻ ചിലപ്പോൾ താഴ്ന്ന ക്ലാസ്സിലേക്ക് ചിലപ്പോൾ മാറ്റപ്പെടാനായിട്ട് അല്ലെങ്കിൽ ഒരു തൊഴിലാളിയായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. അത് ഒന്നെങ്കിൽ അവരുടെ സിറ്റുവേഷൻ മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടോ ആവാം. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി എല്ലാ ആളുകളും അവരവരുടെ ക്ലാസ്സിൽ തന്നെ നിലനിൽക്കാനാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന പ്രവണത. തൊഴിലാളിയുടെ മകൻ തൊഴിലാളിയായിട്ടും അതുപോലെ തന്നെ മുതലാളികളുടെ മക്കള് മുതലാളിമാരായിട്ടും ഒക്കെ ആണ് ഈ ഒരു ക്ലാസ് സിസ്റ്റത്തിൽ ഉണ്ടാവുക. എന്തെങ്കിലും ചെറിയ ബൈ ചാൻസിലാണ് ചില ആളുകൾക്ക് ക്ലാസ്സിൽ മാറ്റങ്ങൾ വരിക, ബാക്കി എല്ലാവരും അതുപോലെ തന്നെയാണ് നിലനിൽക്കുക. ഇനി വെബർ ഐഡന്റിഫൈഡ് 4 ക്ലാസസ് ഇൻ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. മുതലാളിത്ത സമൂഹത്തിൽ വെബർ 4 തരത്തിലുള്ള ക്ലാസ്സുകളെ അല്ലെങ്കിൽ വർഗ വിഭാഗങ്ങളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ കാൾ മാർക്സ് ഈ ഒരു വർഗ വിഭാഗങ്ങളെ 2 ആയിട്ട് മാത്രമേ തരംതിരിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളാം. കാരണം ഈ ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് അല്ലെങ്കിൽ ഡിഫറൻസ് ആണ് ഈ കാൾ മാർക്സിന്റെയും വെബറിന്റെയും തിയറികൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി വെബർ 4 ക്ലാസ് ആയിട്ട് നമ്മൾ തിരിച്ചൊന്ന് പറഞ്ഞു. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് അപ്പർ ക്ലാസ് ആണ്. അതായത് ഉയർന്ന വർഗം അല്ലെങ്കിൽ മുതലാളിത്ത വർഗമായിട്ട് നമ്മൾ ഇതിനെ അപ്പർ ക്ലാസ്സിനെ കാണാൻ സാധിക്കും. ദേ വാണ്ട് ഓർ കൺട്രോൾ പ്രൊഡക്റ്റീവ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ദേ ആർ സിമിലർ ടു ദ ബൂർഷ്വാസി ഇൻ മാർക്സിയൻ തിയറി. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിനെയാണ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സിനെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആയിട്ടാണ് നമ്മൾ കാണുക, അല്ലെങ്കിൽ മുതലാളിത്ത വർഗമായിട്ടാണ് നമ്മൾ കാണുക. അതെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു മൂലധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടറീസിന്റെ ഉടമയോ അല്ലെങ്കിൽ വിശാലമായ സ്ഥലങ്ങളുടെ ഉടമയോ ഒക്കെ ആണെങ്കിൽ അവരെ നമ്മൾ അപ്പർ ക്ലാസ്സിലായിട്ടാണ് കാണുക. കാരണം ബൈ ബർത്ത് തൊഴിൽ അവർക്ക് ചിലപ്പോൾ നല്ല രീതിയിലുള്ള സമ്പത്ത് ഉണ്ടായിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ ഒരു അപ്പർ ക്ലാസ് ആയിട്ട് കൊണ്ടു നടക്കുക. അതുപോലെ തന്നെ മാർക്സിയൻ തിയറിയിൽ ഈ ഒരു അപ്പർ ക്ലാസ്സിനെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആയിട്ടാണ് കാണുക.
സെക്കൻഡ് എന്ന് പറയുന്നത് വെബർ സെക്കൻഡ് ആയിട്ട് ക്ലാസ്സിനെ തരംതിരിച്ചിരിക്കുന്നത് വൈറ്റ് കോളർ വർക്കേഴ്സ് ആയിട്ടാണ്. വൈറ്റ് കോളർ വർക്കേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ എൻഗേജ്ഡ് ഇൻ മെറ്റൽ ലേബർ, മാനേജേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് അതർ പ്രൊഫഷണൽസ്. അപ്പോൾ വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്നത് നമ്മൾ കരിയും പുകയും കൊണ്ടുള്ള തൊഴിലാളികൾ അല്ല. അവര് തൊഴിലാളികളാണെങ്കിൽ പോലും അവര് മാനേജറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത സ്ഥലങ്ങളിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ആയിരിക്കും നമ്മൾ ഈ വൈറ്റ് കോളർ വർക്കേഴ്സ് ആയിട്ട് കണക്കാക്കുക. അപ്പൊ അതും ഈ ഒരു വെബറിന്റെ ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉൾപ്പെടുന്ന ഒരു ക്ലാസ് ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് പെറ്റി ബുർഷ്വാസീസ് ആണ്. ദേ ആർ സെൽഫ് എംപ്ലോയിഡ് സച്ച് ആസ് ഷോപ്പ് കീപ്പേഴ്സ്, ഡോക്ടേഴ്സ് ആൻഡ് ലോയേഴ്സ്. അപ്പോൾ പെറ്റി ബൂർഷ്വാസീസ് എന്ന് പറയുക അവർ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ അങ്ങനെ പറയാ. കാരണം സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അവരുടേതായ ഇൻകം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മറ്റാരെയും ആശ്രയിക്കേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ മറ്റാർക്കും വേണ്ടി ഒബേ ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യം അവർക്ക് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ പെറ്റി ബൂർഷ്വാസീസ് എന്ന് പറയുക അവർ സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കും, സ്വയം തൊഴിൽ ചെയ്യുന്നവരായിരിക്കും. അവര് ആരൊക്കെയായിരിക്കും? ഡോക്ടേഴ്സ്. ഇപ്പം ക്ലിനിക്കുകളൊക്കെ നടത്തുന്ന ഡോക്ടേഴ്സിനെയൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സും അതുപോലെ തന്നെ വക്കീല് ആളുകളും അവര് സ്വന്തമായിട്ട് അവരുടെ ഓഫീസുകൾ ഉണ്ടാവും അല്ലേ അവർക്ക്. അങ്ങനെ ഓഫീസ് ഇടുന്ന ലോയേഴ്സും അതുപോലെ ക്ലിനിക്കുകളുള്ള ഡോക്ടേഴ്സും ഷോപ്പ് കീപ്പേഴ്സ് അവര് സ്വന്തമായിട്ട് വ്യാപാരങ്ങള് ഇപ്പൊ പലചരക്ക് കടയാണേലും അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റ് അതുപോലെയുള്ള കടകൾ സ്വന്തമായിട്ട് തുടങ്ങുന്നവരെയൊക്കെ നമ്മൾ പെറ്റി ബൂർഷ്വാസീസ് എന്നാണ് പറയാം. ഇനി മാനുവൽ വർക്കേഴ്സ് ആണ് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ. ഈ മാനുവൽ വർക്കേഴ്സ് എന്ന് പറയുന്ന അവരുടെ അധ്വാനം വിറ്റ് ജീവിക്കുന്നവരാണ്. they do physical labor or wages. For wages, it also include working classes. അപ്പോൾ വർക്കിംഗ് ക്ലാസ് ആയിട്ട് അവരെ തരംതിരിക്കാം. കാൾ മാർക്സിന്റെ അഭിപ്രായത്തിൽ ഈ അപ്പർ ക്ലാസ്സും അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്സും ഈ രണ്ട് ക്ലാസ്സുകളേ ഉള്ളൂ. നമ്മുടെ വെബറിയൻ തിയറിയിലാണ് അപ്പർ ക്ലാസ്സും വൈറ്റ് കോളർ വർക്കേഴ്സും പെറ്റി ബൂർഷ്വാസീസും അതുപോലെ തന്നെ മാനുവൽ വർക്കേഴ്സും ഉള്ളത്. മാനുവൽ വർക്കേഴ്സ് എന്ന് പറയുന്ന ആരാണ്? അവർ ശാരീരിക അധ്വാനം നടത്തുന്നവരാണ്. അവരുടെ ശാരീരിക അധ്വാനം വിറ്റിട്ട് അവര് ശമ്പളം വാങ്ങിക്കുന്നവരാണ്. അതുവഴിയാണ് അവർ ഉപജീവനം നടത്തുക. ഇനി അടുത്തതെന്ന് പറയുന്നത് വെബർ focused on the group or the community that not on the individual. When he talked about life chances, he held the view that while determining class, the life changes of the collective and not of individuals within the collective have to be considered. His view was that the life changes of an individual may be different in an exceptional case. For example, a worker's child may be able to overcome his or her class barrier and get better education and employment opportunities. അപ്പോൾ വെബർ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെബർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഇൻഡിവിജ്വൽസിനെയാണ്. അപ്പൊ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനെയാണ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ഇൻഡിവിജ്വൽസിനെയും അദ്ദേഹം ശ്രദ്ധ കൊടുക്കാറുണ്ട്. അതുകൂടാതെ ചിലപ്പോൾ ഒരു പക്ഷേ ചില തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് മക്കൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാനും ആ ഒരു ക്ലാസ് കൾച്ചറിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് ബാരിയറിൽ നിന്ന് ആ ഒരു തട കെട്ടിയിരിക്കുന്ന ആ ഒരു ക്ലാസിന്റെ സ്ട്രക്ചറിൽ നിന്ന് അവർക്ക് പുറത്തു കിടക്കാൻ നല്ല വിദ്യാഭ്യാസം കിട്ടി നല്ല ജോലി കിട്ടുവാണെങ്കിൽ അവർക്ക് ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ശക്തി അവർക്ക് ലഭിക്കുമെന്നാണ് വെബർ അഭിപ്രായപ്പെടുക. ഇനി അതുപോലെ തന്നെ കാൾ മാർക്സിന്റെ ഈ ഒരു ക്ലാസ് തിയറീസിൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ പവറും ഒക്കെ ഉള്ളതായിട്ട് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാക്സ് വെബറിന്റെ തിയറിയിലും സ്റ്റാറ്റസും പവറും ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസ് നിർണ്ണയിക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതായിട്ട് ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്റ്റാറ്റസും പവറും ഒക്കെ കാൾ മാർക്സിന്റെ തിയറിയിലും അതുപോലെ തന്നെ വെബറിയൻ തിയറിയിലും ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. Like Max Weber also talked to class consciousness, he held that an individual is always conscious of his status and class situation does not make him class conscious. He also did not think it as necessary for the existence of class. Instead, he looked for an alternative of class consciousness and found it in status. Weber said classes are formed on the basis of economic relations. According to Weber, status group are communities. Status is a position in society determined by social estimation of honor. അതായത് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇപ്പം ഒരു പൊസിഷൻ സമൂഹത്തിൽ ഒരു പൊസിഷൻ ആവാം അല്ലെങ്കിൽ നമുക്ക് ബഹുമാനം കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളെ ആളുകൾ തിരിച്ചറിയുന്ന നമ്മളെ ബഹുമാനത്തോടെ കാണുന്ന ഒരു പൊസിഷൻ ആയിട്ടാണ് സ്റ്റാറ്റസ് നിലനിൽക്കുക. അപ്പൊ ഞാൻ എന്റെ സ്റ്റാറ്റസിന് ചേർന്നല്ല ഇത് അല്ലെങ്കിൽ കുടുംബത്തിന്റെ സ്റ്റാറ്റസിന് അത് അനുയോജ്യമല്ല എന്നൊക്കെയുള്ള ചില വേർഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും.
അപ്പം നമുക്ക് സമൂഹത്തിലുള്ള ഒരു വില അല്ലെങ്കിൽ ഒരു പദവിനെയാണ് നമ്മൾ സ്റ്റാറ്റസ് എന്നുകൊണ്ട് അർത്ഥമാക്കുക. ക്ലാസ് സ്റ്റാറ്റസ് ആർ ലിങ്ക്ഡ് ബട്ട് ദേ ആർ ഇൻ ഒപ്പോസിഷൻ ഓഫ് ഈച്ച് അതർ. ക്ലാസും സ്റ്റാറ്റസും തമ്മിൽ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവര് ഇന്റർലിങ്ക്ഡ് ആണെങ്കിലും പരസ്പര ബന്ധിതമാണെങ്കിലും രണ്ടും ഓപ്പോസിഷൻ അല്ലെങ്കിൽ എതിർ ദിശയിലാണ് നിലനിൽക്കുന്നത്. അതായത് ക്ലാസും അതുപോലെ തന്നെ സ്റ്റാറ്റസും ഒരേ ഒരു ഘടകമായിട്ട് അല്ലെങ്കിൽ ഒന്നായിട്ട് ഇത് കാണരുത്. രണ്ടും വ്യത്യസ്തമായ രണ്ട് പദങ്ങളാണ്. ക്ലാസ് അല്ല സ്റ്റാറ്റസ്, സ്റ്റാറ്റസ് അല്ല ക്ലാസ്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ പരസ്പരം ബന്ധിതമാണ്. കാരണം ഉയർന്ന ക്ലാസ്സിലുള്ള ആളുകൾക്ക് അതിൻ്റെതായ ഒരു സ്റ്റാറ്റസ് ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയ താഴ്ന്ന വിഭാഗങ്ങളിലെ ആളുകൾക്ക് അതുപോലെ സ്റ്റാറ്റസ് വളരെ കുറവായിരിക്കും. അപ്പൊ ആ രീതിയിൽ രണ്ടും തമ്മിൽ ലിങ്ക്ഡ് ആണ്, പക്ഷെ രണ്ടും ഒന്നല്ല എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. Class is associated with the production of goods and services in the acquisition of the same, while status is determined by consumption. The status related to a lifestyle where there are restrictions on social intercourse. According to Weber, the most rigid and well-defined status boundaries are found in India's caste system. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളാം. കാരണം വെബർ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് തിയറി അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ച് പഠിച്ചപ്പോൾ ഏറ്റവും റിജിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര വളരെ ചലനാത്മകമല്ലാത്ത രീതിയിലുള്ള ഒരു ക്ലാസ് ഒരു തട അല്ലെങ്കിൽ ഒരു ബാരിയർ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അത്രത്തോളം ഒരു അന്ധവിശ്വാസങ്ങളുള്ളത് അല്ലെങ്കിൽ അത്രത്തോളം മോശമായ ഒരു സിസ്റ്റം ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് നമുക്കറിയാം അല്ലെ. തൊട്ടുകൂടായ്മയും തീണ്ടുകൂടായ്മയും ഒക്കെ നമ്മുടെ ഒരു ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. ബ്രാഹ്മണന്മാര് ബ്രഹ്മാവിന്റെ കൈകളിൽ നിന്നുണ്ടായവരാണ് എന്നും അതുപോലെ തന്നെ ബ്രാഹ്മണന്മാര് ബ്രഹ്മാവിന്റെ വായിൽ നിന്നുണ്ടായവരാണെന്നും അതുപോലെ തന്നെ ക്ഷത്രിയേഴ്സ് അവരുടെ ബ്രഹ്മാവിന്റെ കൈകളിൽ നിന്നുണ്ടായവരാണെന്നും അതുപോലെ തന്നെ വൈശ്യര് ബ്രഹ്മാവിന്റെ തൊടിയിൽ നിന്നുണ്ടായവരാണെന്നും അത് അവസാനം ശുദ്രരായിട്ടുള്ള ആളുകള് അല്ലെങ്കിൽ അടിമപ്പണി ചെയ്യുന്ന ആളുകള് ബ്രഹ്മാവിന്റെ കാൽപാദങ്ങളിൽ നിന്നുണ്ടായവരാണെന്നൊക്കെയുള്ള ഒരു വാചകം അല്ലെങ്കിൽ ഒരു ധാരണയായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രാഹ്മണന്മാര് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കുകയും ഒരുപാട് ആനുകൂല്യങ്ങൾ അവർ അനുഭവിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ക്ഷുദ്രരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഭയങ്കര പാവപ്പെട്ട ആളുകൾ അടിമപ്പണി ചെയ്യുന്നവര് ഒക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള അന്തരീക്ഷമാണ് സമൂഹത്തിൽ അന്ന് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം നമ്മുടെ മാക്സ് വെബർ ഏറ്റവും റിജിഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് സിസ്റ്റം കണ്ടെത്തിയത് അദ്ദേഹം ഇന്ത്യയിലാണ്. അപ്പൊ അതൊന്ന് പറയുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. A Brahmin who would always consider himself superior to a person from a lower caste, even though the class situation of both may be the same. അതായത് നമ്മുടെ ബ്രാഹ്മണന്മാര് അവരുടെ സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അവർ ഭയങ്കരമായിട്ട് കാത്തു സൂക്ഷിച്ചിരുന്ന ഒന്നായിരുന്നു. അവര് ഇക്കണോമിക്കലി അല്ലെങ്കിൽ അവര് തൊഴിൽപരമായിട്ട് ചിലപ്പോൾ മറ്റ് ക്ലാസ്സുകളുമായിട്ട് കൂടിച്ചേർന്ന് നിൽക്കുവാണെങ്കിൽ പോലും അവര് മറ്റുള്ള ക്ലാസ്സുകളിൽ നിന്നുള്ള വിവാഹ ആലോചനകളൊന്നും അംഗീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഇന്റർകാസ്റ്റ് മാരേജ് ഒന്നും അവർ സ്വീകരിച്ചിരുന്നില്ല. അവരൊരു ഉയർന്ന സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ജീവിച്ചു പോന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ ജോലിയോ അല്ലെങ്കിൽ അവരുടെ ക്ലാസ് സിസ്റ്റമോ ഒന്നും അവരുടെ ഈ സ്റ്റാറ്റസിനെ ബാധിച്ചിരുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. Also, a Brahmin works may have greater interaction with the other Brahmins belonging to class higher than this. അപ്പോൾ അവര് ഒരേ ക്ലാസ്സിൽപ്പെട്ട ആളുകൾ, ഇപ്പോൾ ഒരേ അധ്യാപന ജോലി ചെയ്യുന്ന ബ്രാഹ്മണന്മാര് അവര് തമ്മിൽ നല്ല കൂട്ടായിരിക്കും. പക്ഷെ വേറെ കാസ്റ്റിലുള്ള ആളുകൾ അധ്യാപന ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ്സുമായിട്ട് അവരധികം മിങ്കിൾ ആവാനായിട്ട് പോകാറില്ല. പക്ഷെ ബ്രാഹ്മണന്മാര് അവരുടേക്കാൾ ഉയർന്ന ക്ലാസ്സിലുള്ള മറ്റ് ബ്രാഹ്മണന്മാരുമായിട്ട് ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവര് ബന്ധപ്പെടാനും ഒക്കെ കൂടുതൽ ശ്രമിക്കാറുള്ളത്. Intercaste marriage is also not tolerated even when both families are from the same class, but they occupy different status in the caste hierarchy. There are the two main bases of social stratification: property and prestige. Property differences get generated classes, whereas prestige differences generated status grouping. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കാൾ മാർക്സും അതുപോലെ തന്നെ മാക്സ് വെബറും ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ്. അതായത് നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന പദം അവർ ഇരുവരും ഉപയോഗിച്ചിരുന്നു. അതുകൂടാതെ നമ്മുടെ മാക്സ് വെബർ ഏറ്റവും റിജിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബാരിയേഴ്സ് ഉള്ള ഒരു സ്റ്റാറ്റസ് സിസ്റ്റം കണ്ടെത്തിയിട്ടുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ബ്രാഹ്മണന്മാരെ ഉയർന്ന ഒരു സ്റ്റാറ്റസ് നിലനിർത്തിയിരുന്നു. പക്ഷേ താഴ്ന്ന വിഭാഗത്തിലുള്ള ആളുകൾക്ക്
ആ ഒരു സ്റ്റാറ്റസ് ഒരേ ക്ലാസ്സിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും ബ്രാഹ്മണന്മാർ താഴ്ന്ന ക്ലാസ്സുകളിൽപ്പെട്ട ആളുകളുമായി അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന ജാതിയിലുള്ള ആളുകളുമായിട്ട് ഇന്റർലിങ്ക്ഡ് ആയിരുന്നില്ല. അവര് ഉയർന്ന ക്ലാസ്സിൽപ്പെട്ട മറ്റ് ബ്രാഹ്മണന്മാരുമായിട്ടാണ് കൂടുതലായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി പവർ എന്ന് പറയുന്ന കാര്യവും നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് മാക്സ് വെബർ അഭിപ്രായപ്പെടുക. പവർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അധികാരം അല്ലെങ്കിൽ ശക്തിയാണ് അല്ലെ. അപ്പോൾ പവർ ഇസ് ദ തേർഡ് ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. മൂന്നാമത്തെ ഒരു പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് പവർ ആണ്. The principle of power is a relatively diffused feature because it is not executive in character. A group with a higher status in society or that which enjoys greater wealth also exercise more power in society. Power, according to Weber, endows the persons of or grouping which have power to impose their will on other groups by legitimate use of corrective method. State is an example of an institution which has maximum power. It has sovereign authority to impose its will on citizens on the society. Power becomes authority when legitimacy of exercise of power is widely accepted by grouping or when it is institutionalized in society. Authority as a concept could be defined as legitimate power. അതായത് നമുക്ക് പവർ എന്ന് പറയുന്നത് നമ്മൾ അധികാരമായിട്ടാണ് കണക്കാക്കുക. ഇത് പ്രധാനമായിട്ടും പണ്ട് എസ്റ്റേറ്റ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പ്രഭുക്കളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാര് ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എസ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു പവറിംഗ് സിസ്റ്റം ആയിരുന്നു. ഭൂപ്രഭുക്കന്മാർക്കായിരുന്നു കൂടുതൽ അധികാരം ഉണ്ടായിരുന്നത്. അതുകൂടാതെ അവരായിരുന്നു പല നിയമങ്ങളും ഒക്കെ കൈകാര്യം ചെയ്തിരുന്നത്, മറ്റുള്ള ആളുകളെ നിയന്ത്രിച്ചിരുന്നത്. അതുപോലെ തന്നെ തൊഴിലാളി വർഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. അവരെ ഭരിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനുമുള്ള അധികാരം ഈ പ്രഭുവർഗത്തിൽപ്പെട്ട ആളുകൾക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇത്തരത്തില് ഈ ഒരു പവറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുള്ള അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. പക്ഷെ ഇന്ന് എന്താണ്? ഇത്തരത്തിലുള്ള എസ്റ്റേറ്റ് സിസ്റ്റമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സിസ്റ്റമോ ഒന്നുമില്ല. ഇന്ന് നമുക്ക് എന്താണ്, നമ്മൾ കേന്ദ്ര ഭരണങ്ങളും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുമായിട്ടാണ് നമ്മൾ അധികാരം വിഭജിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് കൂടുതൽ പവർ ഉള്ളത് എവിടെയാണ്? കേന്ദ്രത്തിലും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലും മന്ത്രിമാർക്കൊക്കെയാണ് കൂടുതൽ പവർ ഉള്ളത്. അപ്പോൾ മന്ത്രിമാർ റെക്കമെൻഡ് ചെയ്തു നമുക്ക് ജോലി കിട്ടിയ ആ ഒരു രീതിയിൽ വാർത്തകളൊക്കെ പണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം പല പിൻവാതിൽ നിയമനങ്ങളും അങ്ങനെയുള്ള രീതിയിലൊക്കെ പലതും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമൂഹത്തിൽ ചെയ്തു തീർക്കാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ പവർ എന്ന കാര്യം കൂടെ ഉൾപ്പെടുത്തി നമ്മൾ പഠിച്ചിരിക്കുക. The policy of positive determination or reservation of jobs, political officers and enter into educational institutions in our country by the state is favor of caste and tribes now declared as scheduled or as other backward classes in his treatment of power as an element in the formation of social stratification. Weber has emphasized the significance of politics, political parties and their role in maximizing their access to power. അപ്പൊ അതും തന്നെയാണ് നമ്മൾ പറഞ്ഞത്. പൊളിറ്റിക്സ് അല്ലെങ്കിൽ പോളിസിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ്, നമ്മുടെ രാഷ്ട്രീയത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് പവർ കാണുക അല്ലെ. പണ്ട് കാലഘട്ടത്തിൽ രാജാക്കന്മാർക്കും ഒക്കെ അല്ലെങ്കിൽ പവേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഭൂ ഉടമകൾക്ക് ഒരു പവർ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നെന്ന് പറയുന്നത് നമ്മുടെ പൊളിറ്റിക്സുമായിട്ട് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടാണ് അധികാരം അല്ലെങ്കിൽ ശക്തി നിലനിൽക്കുക. അപ്പൊ ആ പവർ എന്ന് പറയുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഒരു പവർ ഉണ്ട്. ആ പവർ ഉപയോഗിച്ച് അവര് ഈ ഒരു സമൂഹത്തെ നിയന്ത്രിക്കാറുണ്ട്. അപ്പൊ പല ആളുകളും അതിനെ വിമർശിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ പവേഴ്സ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ, രാഷ്ട്രീയ അധികാരം ഒന്നും കൃത്യമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് ആളുകൾക്ക് അതിൽ നിന്നൊരു പ്രതിഷേധം ഉണ്ടാക്കാനും ഒക്കെ കാരണമാകാറുണ്ട്. അപ്പോൾ ഈ പവർ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കണക്കാക്കുക. പവറും സ്റ്റാറ്റസും നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുള്ള പ്രിൻസിപ്പിൾസ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ മാക്സ് ആൻഡ് വെബർ. നമ്മൾ പറഞ്ഞു മാക്സും വെബറും അവരുടെ തിയറീസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ രണ്ട് തിയറികളും തമ്മിൽ ഇന്റർലിങ്ക്ഡ് ആണ്. ചില കാര്യങ്ങളിൽ അതിന് വ്യത്യാസങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് സ്റ്റാറ്റസും അതുപോലെ തന്നെ പവറും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാക്സിയൻ തിയറിയിലാണെങ്കിലും അതുപോലെ തന്നെ വെബറിന്റെ തിയറിയിലാണെങ്കിലും രണ്ടിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം സ്റ്റാറ്റസും പവറും ഒക്കെ
നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ പ്രിൻസിപ്പിൾസ് ആയിട്ട് വർത്തിക്കുന്നുവെന്ന് രണ്ടുപേരും കാൾ മാർക്സും അതുപോലെ തന്നെ വെബറും മനസ്സിലാക്കുകയും അത് അവരുടെ തിയറിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡിഫറൻസ് വന്നിട്ടുള്ളത് ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വർഗീകരണം നടത്തിയ ആ ഒരു തിയറീസിലാണ് വ്യത്യാസമുള്ളത്. കാൾ മാർക്സ് രണ്ട് സാമൂഹിക വർഗങ്ങളെയാണ് പ്രധാനമായിട്ടും തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് മുതലാളി വർഗവും, രണ്ടെന്ന് പറയുന്നത് തൊഴിലാളി വർഗവും. പക്ഷേ വെബറിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ വെബർ പല രീതിയിൽ, അതായത് ഏകദേശം 4 രീതിയിലാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഒന്നെന്ന് പറയാ നമ്മുടെ വർക്കിംഗ് ക്ലാസ്സസ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ആയിട്ട് ഒരു വർഗീകരണം നടത്തിയിട്ടുണ്ട്. ഉയർന്ന മുതലാളി വർഗ്ഗങ്ങളെയാണ് അപ്പർ ക്ലാസ് ആയിട്ട് നമ്മുടെ മാക്സ് വെബർ കണക്കാക്കുക. അതുപോലെ തന്നെ വൈറ്റ് കോളർ ജോബ് ഉള്ള ആളുകളെ ഒക്കെ അദ്ദേഹം രണ്ടാമത്തെ ക്ലാസ് ആയിട്ട് ഒരു ക്ലാസ് സ്ട്രാറ്റിഫിക്കേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്ന അവർ മാനേജർമാരോ അല്ലെങ്കിൽ മുതലാളിമാരുമായിട്ട് അടുത്ത് ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇതെന്റെ സെക്രട്ടറി ആണ്, അതുപോലെ തന്നെ പേഴ്സണൽ സെക്രട്ടറി എന്നൊക്കെയുള്ള പേരുകൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. മന്ത്രിമാരുടെ പേഴ്സണൽ സെക്രട്ടറി, അതുപോലെ തന്നെ എന്തെങ്കിലും മാനേജർമാരുടെയൊക്കെ അടുത്ത ആളുകളെ ഒക്കെ വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചില അടുത്ത ആളുകൾ അല്ലെങ്കിൽ മുതലാളി വർഗ്ഗങ്ങളിലാണെങ്കിൽ പോലും ചില അടുത്ത ആളുകൾ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്നവരുണ്ടാവും. അവരവരുടെ സ്വന്തം ഒരു കമ്പനിയിലല്ല വർക്ക് ചെയ്യുന്നെങ്കിൽ പോലും ആ ഒരു കമ്പനിയുടെ മേൽനോട്ടവും അവരുടെ ആ ഒരു കമ്പനിയുടെ തീരുമാനമെടുക്കാനുള്ള കാര്യമൊക്കെ ഒരു അധികാരം, ഒരു പവർ ഒക്കെ അവർക്ക് ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ നമ്മൾ എന്താണ് വിളിക്കുക? വൈറ്റ് കോളർ ജോബുള്ള ആളുകൾ എന്നാണ് വിളിക്കുക. അവർക്ക് അതിന്റെ അധികാരം ഉണ്ടാവും, പക്ഷെ അവർ ശമ്പളം കൈപ്പറ്റുന്നവരായിരിക്കും. മാനേജർമാരോ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഒക്കെ ആയിരിക്കും ഇതിൽ ഉൾപ്പെടുക. അപ്പൊ മൂന്നാമത്തേന്ന് പറയുന്നത് പെറ്റി ബുർഷ്വാസീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടെ മാക്സ് വെബർ കണക്കാക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് ചെറിയ തൊഴിലുടമകൾ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകളെയാണ് അദ്ദേഹം കണക്കാക്കുക. പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് ഒക്കെ, ഈ ഒരു ക്ലിനിക്കുകൾ നടത്തുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ സ്വയം തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വന്തമായി ഓഫീസ് ഇട്ടേക്കുന്ന വക്കീലന്മാരെയും ഒക്കെ അവര് ഒരു പെറ്റി ബൂർഷ്വാസീസ് ആയിട്ടാണ് വെബർ കണക്കാക്കുക. അതുപോലെ തന്നെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റോ പലചരക്ക് കടയോ ഒക്കെയുള്ള ഷോപ്പ് കീപ്പേഴ്സ് ആയിട്ടുള്ള ആളുകളെയൊക്കെ അദ്ദേഹം പെറ്റി ബൂർഷ്വാസീസ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ അവരെന്ന് പറയുന്നത് ഒരു ക്ലാസ് ആയിട്ടാണ് അദ്ദേഹം തിരിക്കുക. ലാസ്റ്റ് വണ്ണിലാണ് വർക്കിംഗ് ക്ലാസ്സസ് വരിക അല്ലെങ്കിൽ തൊഴിലാളി വർഗ്ഗങ്ങൾ വരിക. കാരണം അധ്വാനം മാത്രം വിറ്റിട്ട്, അധ്വാനത്തിലുള്ള തന്റെ ശാരീരിക അധ്വാനം മാത്രം കാഴ്ചവെച്ചിട്ട് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരെയാണ് നമ്മൾ വർക്കിംഗ് ക്ലാസ് ആയിട്ട് കണക്കാക്കുക. അപ്പൊ ആ 4 രീതിയിലാണ് വെബർ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടത്തിയിട്ടുള്ളതെന്ന് ഓർത്തിരിക്കണേ. The basis of stratification of Marx is formed because of the production relations in the society. A person's position in the class structure is based on his position in the class structure is based on his positions in the production relations. A capitalist owns property and employs other. The opposing class of workers does not own any property. അപ്പോൾ എന്താണ്, വർക്കിംഗ് ക്ലാസ്സിന് ഒന്നും സ്വന്തമായിട്ട് ഒരു പ്രോപ്പർട്ടി ഒന്നും ഉണ്ടായിരിക്കില്ല. അവരെന്താണ്, അവരുടെ അധ്വാനം മാത്രമാണ് കാഴ്ചവെക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷേ ക്യാപിറ്റലിസ്റ്റ് ഓണേഴ്സിന് എന്താണുള്ളത്, അല്ലെങ്കിൽ മുതലാളിത്ത വർഗ്ഗങ്ങൾക്ക് എന്താണുള്ളത്? അവർക്ക് ശരിക്കും അവരുടെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അവർക്ക് അവരുടെ ഇപ്പം ഇതിലൊരു ഒരു ഫാക്ടറി ആവാം, അല്ലെങ്കിൽ വിശാലമായ ഒരു എസ്റ്റേറ്റ് ഒക്കെ ആവാം. ആ ഒരു രീതിയിൽ അവർക്ക് മൂലധനം ഉണ്ടായിരിക്കും. ആ ഒരു മൂലധനത്തിൽ നിന്നാണ് അവര് എമൗണ്ട് ഉണ്ടാക്കുക. Opposition of classes and important aspects of Marxian analysis lead to a social and economic changes. The contract workers, the capitalists invent new ways, while could be new technology resulting in better production techniques for few new laws preventing workers also become more united and drop their internal differences. Thus, Marx viewed class and class consciousness do not as just categories in society, but fundamental or for social development. At one level, Weber accepted Marx's views on class, but highlighted that society cannot be divided into only 2 main classes. There are more classes that emerged because of the market situation and the type of work done. Weber identified 4 main classes. Weber believes that neither class or class consciousness can explain stratification completely and lays greater stress on status. Marx layer status on class consciousness. Weber tries to show that class consciousness is not an important aspect of social stratification. He argued that groups are the
basis of status class are static, whereas status structures across classes. Weber was an opponent of Marx's view, but he tried to provide alternatives to Marx. അപ്പോൾ classes are static, whereas status structures across classes. Weber was an opponent of Marxian views, but he tried to provide alternative to Marx. അതൊന്ന് ഓർത്തിരിക്കാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പൊ നമ്മൾ സിമിലാരിറ്റീസും അതുപോലെ തന്നെ ഡിഫറൻസസും പറഞ്ഞു. രണ്ടുപേരും സിമിലാരിറ്റീസ് എന്താണ്? രണ്ടുപേരും സ്റ്റാറ്റസിനെയും പവറിനെയും ഒക്കെ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് കാണാറുണ്ട്. പക്ഷേ ഡിഫറൻസസ് എന്ന് പറയുന്നത് മാർക്സ് 2 രീതിയിൽ മാത്രമേ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടത്തിയിട്ടുള്ളൂ. വെബർ 4 രീതിയിൽ നടത്തിയിട്ടുണ്ട്. ആ കാര്യം ഓർക്കുക. പിന്നെ ഇവർ രണ്ടുപേരും ഏകദേശം ഒരേ രീതിയിലാണ് സാമൂഹിക വർഗീകരണം നടത്തിയിട്ടുള്ളത്. മാർക്സിന്റെ പ്രവർത്തനങ്ങളെ വെബർ ചെറുതായിട്ട് രീതിയിൽ ആർഗ്യൂ ചെയ്യുകയും അദ്ദേഹം ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി പുതിയൊരു തിയറി ഉണ്ടാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Discuss with other students in the study center what is meant by status. Do their conceptions fit in with Weber's view on status? Note down your findings. അപ്പോൾ സ്റ്റാറ്റസ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ പ്രധാനമായിട്ടും പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത് സ്റ്റാറ്റസും അതുപോലെ തന്നെ പവറും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചിലപ്പോൾ പലയിടത്തും വരാനായിട്ട് സാധ്യതയുണ്ട്. സ്റ്റാറ്റസ് എന്താണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കാം, പഠിച്ചിരിക്കാം. സ്റ്റാറ്റസ് റിഫേഴ്സ് ടു ദ പൊസിഷൻ ഓഫ് or the ranking one holds in a social group. അതൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെച്ചോളാം. കാരണം എന്താണെന്ന് വെച്ചാൽ നോട്ട് ചെയ്ത് വെച്ചോളാം. നമ്മുടെ സോഷ്യൽ പൊസിഷനെ അല്ലെങ്കിൽ റാങ്കിങ്ങിനെയാണ് ഗ്രൂപ്പിലെ സോഷ്യൽ ഗ്രൂപ്പിലെ സോഷ്യൽ പൊസിഷനെയോ അല്ലെങ്കിൽ റാങ്കിങ്ങിനെയോ ആണ് സ്റ്റാറ്റസ് എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. റെക്കഗ്നൈസേഷൻ ഓഫ് പൊസിഷൻ ഓഫ് അൻ ഇൻഡിവിജ്വൽ ഇൻ ദ സോഷ്യൽ സിസ്റ്റം ആൻഡ് ദ അതർ ഓതറൈസ്ഡ് he hold in consequences in the basis of status system. Status is position that has once held in a given system. It means the location of the individual within the group is placed in the social network for reciprocal obligations and privileges, duties and rights. Thus, every position has a different status. It is by status differentiation has social positions are defined and distinguished from one another by assigning to each a set of rights and responsibilities. പിന്നെ ഈ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ഉണ്ടാവും, അതുപോലെ അച്ചീവ്ഡ് സ്റ്റാറ്റസ് ഉണ്ടാവും. എന്താണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയാം? നമുക്ക് ബൈ ബർത്ത് ലഭിക്കുന്ന സ്റ്റാറ്റസ് ആണ് അല്ലെങ്കിൽ ഒരു പദവിനെയാണ് നമ്മൾ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയാം. അതിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പരിശ്രമമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഒന്നും ആവശ്യമില്ല. അത് നമുക്ക് ജന്മനാ ലഭിക്കുന്ന ചില പദവിയാണ്. അപ്പൊ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് വിച്ച് ഈസ് ഗിവൺ ടു ആൻ ഇൻഡിവിജ്വൽ ഓൺ ദ ബേസിസ് ഓഫ് ദ സിറ്റുവേഷൻ in the society or by other members of the society is called ascribed status. Such as a status may be given by birth or by placement in a social group. For example, a person may enjoy a particular status because of the sex or age of birth in a rich family. An infant gets a family status which includes family name and prestige, share in social standing and the right of heritage. അപ്പോൾ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ബൈ ബർത്ത് നമുക്ക് ലഭിക്കുന്ന സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു പദവിനെയാണ് നമ്മൾ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഉയർന്ന കുടുംബത്തിൽ അല്ലെങ്കിൽ പണമുള്ള അല്ലെങ്കിൽ മുതലാളിത്ത കുടുംബത്തിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്വാഭാവികമായിട്ട് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് ആ ഒരു കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് വന്നു ചേരും. അപ്പൊ ചില ആളുകളെയൊക്കെ ഭയങ്കര വലിയ കുടുംബക്കാരവരെന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഒരു വലിയ കുടുംബത്തിൽ അല്ലെങ്കിൽ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആ ഒരു കുട്ടിക്ക്, ആ ജന്മം കൊണ്ട കുട്ടിക്ക് പാരമ്പര്യമായിട്ട് ലഭിക്കാം. ആ രീതിയിലുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ലഭിക്കുന്നതിനെയാണ് നമ്മൾ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുക. അപ്പൊ ഏതൊരു വിധേനയും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരു സ്റ്റാറ്റസ്, ഒരു പദവിയാണ് അസ്ക്രൈബ്ഡ് എന്ന് പറയുക, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയാം കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണ്. അതായത് നമ്മൾ നമ്മുടെ സ്വയം അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൃത്യമായിട്ടുള്ള നമ്മുടെ പരിശ്രമം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഒരു പദവിനെയാണ് നമ്മൾ ഈ അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയാം. The status on the or the position that a person has earned
out of his own personal efforts is called achieved status. This status is given by the ability, capacity, and the efforts of the individual. Some persons achieve a particular status because if the facilities available to them, but some have to achieve that status as against the odds and difficulties. The achieved status is based on the personal ability, education, earned wealth, etc. A person who is able to display his ability in the field of social services, sports, education, etc. is given a higher and better status. അതായത് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയാ നമ്മൾ നമ്മുടെ സ്വയം അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്ന ഒരു പദവിനെയാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയാ. അത് നമുക്ക് ബൈ ബർത്ത് ലഭിക്കുന്നതല്ല. അത് നമ്മൾക്ക് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടായപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പരിശ്രമം കൊണ്ടോ നേടിയെടുക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പം നല്ല രീതിയിൽ നമ്മൾ പഠനം നടത്തി ഒരു IPS IAS ഉദ്യോഗസ്ഥത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എന്താണ് നമ്മൾ ആ ഒരു അച്ചീവ്മെന്റ് നമ്മൾ നേടിയെടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സാമൂഹിക പദവി നമ്മൾ നേടിയെടുക്കുന്നത് നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ടാണ്. നമ്മൾ രാപ്പകലില്ലാതെ ഇരുന്ന് പഠിച്ചത് കൊണ്ടാണ് നമ്മൾ ആ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ജോലിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്ന ആ ഒരു IAS ഓഫീസറിന്റെ സ്റ്റാറ്റസ് എന്ന് പറയാ നമുക്ക് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരാൾക്ക് ഇപ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ കിട്ടി, അതുപോലെ തന്നെ ഒരു ഉയർന്ന നീന്തലിന് മെഡൽ കിട്ടി, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് മെഡലുകളൊക്കെ കിട്ടുവാണെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അച്ചീവ്ഡ് സ്റ്റാറ്റസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, and we discuss status, wealth, and power with the other students in the study center. In which way are they related to one another? Note down your findings. Social stratification has been viewed by Webbers in 3 dimensions: classes, social status, and social power, political power. Each of these dimensions has its own stratification. The economic, represented by income and the goods and services which an individual possesses. The social, represented by the prestige and honor he enjoys, and the capital represented by the power he exercises. According to Weber's scheme, class based on the economic order would be no more that one aspect of the social structure. Power is the main element in this model. Power has been viewed as the chance of a man or of a number of men to realize their own will in a communal action, even against the resistance of others who are participate in the action. അപ്പോൾ നമ്മൾ വെൽത്തിനെ കുറിച്ചും പവറിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ, ഇപ്പൊ സ്റ്റാറ്റസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇൻ വിച്ച് വേ ആർ ദേ റിലേറ്റഡ് ടു വൺ അനദർ, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വെൽത്തും അതുപോലെ തന്നെ പവറും ഒക്കെ സ്റ്റാറ്റസുമായിട്ട് ഇന്റർലിങ്ക്ഡ് ആയിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബപരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്ത് നമ്മൾ കിട്ടുന്ന ഒരു പദവിനെയാണ് നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറയാം. അപ്പൊ ഈ സ്റ്റാറ്റസ് ഉയരും തോറും നമ്മുടെ സാമ്പത്തിക നില, വെൽത്ത് എന്ന് പറയുന്നത് ഉയർന്നതായിരിക്കും. അതുകൂടാതെ ഒരു സാമ്പത്തിക നില കൂടുതലാണെങ്കിൽ, ഇപ്പൊ ഉയർന്ന വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ മുതലാളിത്ത വർഗത്തിൽപ്പെട്ട ആളുകളാണ് നമ്മൾ എങ്കിൽ ആ ഒരു മുതലാളിത്ത വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു സോഷ്യൽ പവർ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് ഒരു ശക്തി അല്ലെങ്കിൽ ഒരു അധികാരം ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റാറ്റസും അതുപോലെ തന്നെ വെൽത്തും പവറും തമ്മിൽ ഇന്റർലിങ്ക്ഡ് ആണെന്ന് നമുക്ക് നിശേഷം പറയാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? അപ്പോൾ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. പണ്ടത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ 1920 വരെയുള്ള കാലഘട്ടത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉയർന്ന ഏറ്റവും സമ്പത്തുള്ള വീട്ടിലെ ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ അധികാരം ഉണ്ടായിരിക്കുക. കാരണം ഭൂ ഉടമകൾ എന്നൊക്കെ പറയാ അവർക്ക് കൂടുതൽ ഭൂസ്വത്ത് ഉണ്ടായിരുന്നു. ആ ഭൂസ്വത്തിൽ നിന്ന് അവർക്ക് കൂടുതൽ വരുമാനം ലഭിച്ചിരുന്നു. ആ വരുമാനമാണ് അവരെ ഒരു സ്റ്റാറ്റസിന്റെ പദവിയിലേക്ക് എത്തിച്ചത്. ആ സ്റ്റാറ്റസിൽ നിന്നാണ് അവർക്ക് അധികാരം അല്ലെങ്കിൽ ഒരു പദവി, നമുക്ക് ഒരു അധികാരം അല്ലെങ്കിൽ ഒരു ശക്തി അവർക്ക് ലഭിച്ചത്. അപ്പൊ ഇത് മൂന്നും ഇന്റർലിങ്ക്ഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. ആ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു വെൽത്ത് ഉണ്ടാവും. ഇപ്പൊ താഴേക്കിടയിലുള്ള ഒരാള് IAS പഠിച്ച് ഇപ്പൊ നന്നായിട്ട് പഠിച്ച് IAS ഓഫീസർ ആയി കഴിയാൻ സ്വാഭാവികമായിട്ടും ഒരു കൂലിപ്പണിക്കാരന്റെ മകളാണെങ്കിൽ അവള് പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ട് IAS ഓഫീസർ ആയി കഴിഞ്ഞാൽ അവരുടെ ശമ്പളം കൂടുതലാണ് അല്ലെ, ഭയങ്കര ശമ്പളമുണ്ട്. അപ്പൊ ആ ശമ്പളം വെച്ച് നോക്കുമ്പോൾ അവരുടെ വെൽത്ത്, അവരുടെ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വലുതാവുകയാണ് ചെയ്യുക. അങ്ങനെ വലുതാവുകയും അതുപോലെ തന്നെ ഒരു IAS ഓഫീസർക്ക് അതിൻ്റെതായ ഒരു പവർ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ പവർ അവർക്ക് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഈ 3 കാര്യങ്ങളും സ്റ്റാറ്റസും പവറും അതുപോലെ തന്നെ വെൽത്തും ഇന്റർലിങ്ക്ഡ് ആണ്. ഇനി ഡിസ്ക്രൈബ് Weber's view on class and a life chances.
അപ്പൊ അത് നമ്മൾ പറഞ്ഞതാണ്. വെബറിന്റെ അടിസ്ഥാനത്തിൽ, വെബറിന്റെ അഭിപ്രായത്തില് ക്ലാസ്സും അതുപോലെ തന്നെ ലൈഫ് ചാൻസസും തമ്മിലുള്ള ബന്ധം എന്താണ്, അത് ഇന്റർലിങ്ക്ഡ് ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ വർഗത്തെയാണ് സൂചിപ്പിക്കുക. ഒന്നെങ്കിൽ നമ്മൾ മുതലാളിത്ത വർഗമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തൊഴിലാളി വർഗമായിരിക്കും. അപ്പോൾ മുതലാളിത്ത വർഗത്തിലുള്ള സമ്പന്നത കൂടുതലുള്ള ആളുകളുടെ മക്കൾക്ക് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് വിദ്യാഭ്യാസം നേടാൻ, എത്ര വിദ്യാഭ്യാസം വേണമെങ്കിലും നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതോറും അവർക്ക് ഉണ്ടാവുന്ന ജോലി സാധ്യതകൾ ഉയരാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ അവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള വിദ്യാഭ്യാസമായിരിക്കും കൊടുക്കുക മക്കൾക്ക് വേണ്ടിയിട്ട്. അതുകൂടാതെ അവർ ഇന്ന രീതിയിൽ, ഇപ്പോൾ ഈ ഒരു സയൻസ് സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ എന്റെ കൊച്ചിന് ഡോക്ടർ ആവാൻ പറ്റും, ആ രീതിയിൽ മുൻപതിയോട് കൂടിയാണിട്ടാണ് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം തിരഞ്ഞെടുത്ത് കൊടുക്കുക. പക്ഷെ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവരെന്താണ്, അവരുടെ ലൈഫ് ചാൻസസ് അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന സാധ്യതകൾ കൂടുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വിദ്യാഭ്യാസം നേടുന്തോറും ഉയർന്ന ജോലികൾ ലഭിക്കാനായിട്ടുള്ള സാധ്യത അവർക്ക് കൂടും. പക്ഷേ തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക്, വിദ്യാഭ്യാസം അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് എന്താണ്, അവർ കൂടുതലായിട്ടും താഴ്ന്ന വിഭാഗത്തിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥ വരികയാണ്. കാരണം ഇന്നത്തെ പോലെ വിദ്യാഭ്യാസം സൗജന്യമുള്ളതായിരുന്നില്ല, അവർക്ക് വളരെ വിദ്യാഭ്യാസ ചിലവുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാഭ്യാസ ചെലവ് വഹിക്കാൻ കഴിയാത്ത മാതാപിതാക്കളുടെ മക്കളായിട്ടുള്ള ആളുകൾ, പാവപ്പെട്ട കുട്ടികൾ, അവരുടെ ആ ഒരു തൊഴിലാളി വർഗത്തിൽ തന്നെ അവർ ഒതുങ്ങിക്കൂടാനും പിന്നെയും അവർ വളർന്നു വലുതാകുമ്പോൾ അവർ പിന്നീട് തൊഴിലാളികളായിട്ട് മാറാനായിട്ടൊക്കെ ഈ ഒരു ഘടന അല്ലെങ്കിൽ ഒരു സാധ്യതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഉയർന്ന വർഗത്തിലുള്ള ആളുകൾക്ക് ലൈഫ് ചാൻസസ് കൂടുതലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ലൈഫ് ചാൻസസ് വളരെ കുറവായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. It outlines some of the similarities and differences between Weber and Marx so far as their views on social stratification is concerned. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് പിന്നെ വരാനായിട്ട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കാൾ മാക്സും അതുപോലെ തന്നെ വെബറും തമ്മിലുള്ള തിയറീസിന്റെ വ്യത്യാസം എങ്ങനെയാണെന്ന്. അപ്പോൾ മാക്സും അതുപോലെ തന്നെ മാക്സ് വെബറും അതുപോലെ തന്നെ കാൾ മാക്സും അവരുടെ പേര് പോലെ തന്നെ ഒരു ചെറിയ സാമ്യമുണ്ട് അല്ലെ. കാൾ മാക്സ്, മാക്സ് വെബർ ഒരു ചെറിയ സാമ്യമുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സാമ്യം അവരുടെ തിയറികളിലുണ്ട്. രണ്ടുപേരും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ചാണ് പഠിച്ചത്, അതിനെക്കുറിച്ചാണ് തിയറീസ് ഡെവലപ്പ് ചെയ്തത്. രണ്ടുപേരും സ്റ്റാറ്റസിനെ കുറിച്ചും പവറിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞിരുന്നു. ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുള്ള ഒരു പ്രിൻസിപ്പിൾസ് ആയിട്ട് ഈ ഒരു സ്റ്റാറ്റസിനെയും പവറിനെയും അവർ രണ്ടുപേരും കണ്ടിരുന്നു. പക്ഷേ കാൾ മാക്സ് രണ്ട് രീതിയിൽ മാത്രമാണ് സമൂഹത്തെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്, മുതലാളി വർഗവും തൊഴിലാളി വർഗവും. പക്ഷേ മാക്സ് വെബർ 4 രീതിയിൽ തൊഴിലാളി വർഗങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാമൂഹിക രീതികളെ, വർഗങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് മുതലാളിത്ത വർഗം അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ആണ്. രണ്ടെന്ന് പറയുന്നത് വൈറ്റ് കോളർ ജോബ് ആണ്. മൂന്നെന്ന് പറയുന്നത് പെറ്റി ബൂർഷ്വാസീസ് ആണ്. നാലെന്ന് പറയുന്നത് വർക്കിംഗ് ക്ലാസ് ആണ്. വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നതാണ് ഏറ്റവും താഴത്തിലുള്ള വിഭാഗം. അവരെന്താണ് ചെയ്യുക, അവരുടെ ജോലി അല്ലെങ്കിൽ ശാരീരിക അധ്വാനം കൊടുത്തിട്ടാണ് അവരുടെ ശമ്പളം വാങ്ങിക്കുക. അപ്പൊ അവർക്ക് അവരുടേതായ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ താഴ്ന്ന സ്വഭാവം അല്ലെങ്കിൽ താഴ്ന്ന ജീവിത രീതികളാണ് അവര് പാലിച്ചുകൊണ്ട് പൊക്കോണ്ടിരുന്നത്. കാരണം അവർക്ക് ഉയർന്ന വിഭാഗത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു. കാരണം എന്താണ്, അവർക്ക് തുച്ഛമായ വേതനമേ ഉണ്ടായിരുന്നുള്ളൂ. വേതനം എന്ന് പറയുന്നത് ശമ്പളമാണ് കേട്ടോ. അപ്പൊ തുച്ഛമായ വേതനം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കുറവായിരുന്നു. അതുകൂടാതെ അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ നില വളരെ കുറവായതുകൊണ്ട് തന്നെ മറ്റൊരു ക്ലാസ്സിലേക്ക്, ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുവാനുള്ള സാധ്യതയും വളരെ കുറവായിരുന്നു. ഇനി ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ക്ലാസ്സസ് ദാറ്റ് വെബർ വ്യൂഡ് ഡിവൈഡഡ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. അതാണ് നമ്മൾ ഈ പറഞ്ഞ 4 ക്ലാസ്സുകൾ ഓർത്തിരിക്കാം. ഇപ്പൊ സൊസൈറ്റിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പൊ ഡിഫറെന്റ് ക്ലാസ്സസ് ദാറ്റ് വെബർ ഡിവൈഡഡ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പോലും ഈ ഒരു രീതിയിൽ ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ പ്രധാനമായിട്ടും കാൾ മാക്സും അതുപോലെ തന്നെ മാക്സ് വെബറും തമ്മിലുള്ള തിയറീസിന്റെ ഡിഫറൻസസും അതുപോലെ തന്നെ അതിന്റെ സാമ്യങ്ങളും ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ചാപ്റ്റർ നമ്പർ 5 ഫങ്ഷണലിസ്റ്റ് തിയറി ആണ് പറയാനുള്ളത്. ഇപ്പൊ ഫങ്ഷണലിസ്റ്റ് തിയറി എന്ന് പറയുന്നത് ദ ഫങ്ഷണലിസ്റ്റ് തിയറി എക്സ്പ്ലെയിൻസ് ദ റീസൺസ് ബിഹൈൻഡ് ദ സർവൈവൽ ഓഫ് എ സൊസൈറ്റി. ഇപ്പൊ ഫങ്ഷണലിസ്റ്റ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ സർവൈവൽ ഓഫ് സൊസൈറ്റിയുടെ ഉപജീവനത്തെ അല്ലെങ്കിൽ അതിന്റെ പരിവർത്തനത്തെ മനസ്സിലാക്കുക അല്ലെങ്കിൽ വിശദീകരിക്കാനായിട്ടാണ് ഫങ്ഷണലിസ്റ്റ് തിയറി ഉപയോഗിക്കുക.
This theory assumes that all societies want stability and peace. The people in society do not want choose and confuse because as they do not want disruption in their day-to-day activities. The functionalists consider society as a form of organization have different parts which are integrated to the wall. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് ഒന്ന് വെച്ചോളുക, ഒന്ന് ജസ്റ്റ് നോട്ടാക്കി വെച്ചോളുക. The functionalists consider society as a form of organization having different parts which are integrated to the wall. The different parts work in cooperation with each other. They perform like the different parts of a human body. Similarly, different parts of a society perform different roles for a effective functioning of the society. അതായത് ഫങ്ഷണലിസ്റ്റ് തിയറി എന്ന് പറയാ നമ്മുടെ ഒരു ശരീരത്തിലെ അവയവങ്ങൾ പല രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ കൈകളാണെങ്കിൽ സാധനങ്ങൾ എടുക്കാനും എഴുതുവാനും അതുപോലെ തന്നെ നമുക്ക് ജോലികൾ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൊലി, നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ആന്തരിക അവയവങ്ങളെ വളരെ നല്ല രീതിയിൽ ആവരണം ചെയ്ത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് നമ്മുടെ കാഴ്ചയ്ക്കും അതുപോലെ തന്നെ ആളുകളെ കാണാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് കണ്ണ്. അതുപോലെ ശരീരത്തിലെ പല അവയവങ്ങളും പല ഓർഗൻസും അവരവരുടെ ധർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു സൊസൈറ്റിയിലെ ഒരു ശരീരത്തിലെ അവയവങ്ങൾ അവരുടേതായ ധർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു സമൂഹത്തിലെ അംഗങ്ങൾ അവരുടേതായ ധർമ്മം ചെയ്യുമ്പോൾ ആ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായിട്ട് നടക്കുമെന്നാണ് ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റുകൾ പറയുക. അത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെടുത്തിയാണ് കേട്ടോ പറയാം. ശരീരത്തിലെ എല്ലാ ഓർഗൻസും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ അസുഖമൊന്നുമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു സോഷ്യൽ ലൈഫ് സുഗമമായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് ഫങ്ഷണലിസ്റ്റ് തിയറിയിൽ പറയാ. Similarly, different parts of a society perform different roles of the effective functionism of the society. People work to doctors, lawyers, students, teachers, workers, industrialists, farmers, and weavers. All these activities are different, but all are needed for the effective functioning and survival of the society. Hence, the functionalists say the system of stratification is also needed for its integration and its stability. In this chapter, we will understand the theory of social stratification put forward by American sociologists Parsons and Davies. അപ്പോൾ ഫങ്ഷണലിസ്റ്റ് തിയറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ട പേര് പാഴ്സൺസിന്റെയും അതുപോലെ തന്നെ ഡേവിസ് എന്ന് പറയുന്ന രണ്ട് സോഷ്യോളജിസ്റ്റുകളുടെ പേരുകളാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. കാരണം ഫങ്ഷണലിസ്റ്റ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി മുന്നോട്ട് കൊണ്ടുവന്നത് പാഴ്സൺസും അതുപോലെ തന്നെ ഡേവിസുമാണ്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ നമ്മുടെ ശരീരത്തിലെ ഓർഗൻസ് എങ്ങനെയാണ് സുഗമമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരം നമ്മൾ എങ്ങനെ സുഗമമായിട്ട് നടക്കുന്നു, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സമൂഹത്തിലെ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നല്ല രീതിയിൽ അവരവരുടെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സമൂഹം വളരെ സ്മൂത്ത് ആയിട്ട് പോകുമെന്നാണ് ഈ ഒരു ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റുകളായ പാഴ്സൺസും ഡേവിസും പറയാം. ഇനി ഫങ്ഷണലിസ്റ്റ് തിയറി ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. The functionalists believe that all societies are stratified. The functions performed by various members of society are needed the functional for its survival, but they are not equal status. അപ്പോൾ ഫങ്ഷണലിസ്റ്റ് തിയറികൾ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടല്ല കേട്ടോ സമൂഹത്തെ കുറിച്ച് വിവരിക്കുക. കാരണം അത് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് അവർ കണക്കാക്കുക. Some of the functions are considered as superior to the others and ranked higher. The members who carry out these functions are superior to others. The functionalists explain how social inequalities happen and why they are needed for society. According to the functionalists, every society has certain basic needs which have to be met, or else there will be instability in society. These needs are called functional prerequisites. Secondly, these functions prerequisites through important for the society are ranked according to the importance that is greater to them in the society. For instance, the society needs workers and managers to run a factory. The managers and workers who are integral for the society. The managers have higher status than the workers. The integration does not imply equally. All the different groups together contribute towards stability, but they do not because they are stratified in a hierarchy. അപ്പോൾ നമ്മൾ കാണുന്നത് തന്നെയാണ് ഇവിടെ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫങ്ഷണലിസ്റ്റ് തിയറിയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാവും. ഒന്നെങ്കിൽ നമ്മുടെ അധ്വാനിക്കുന്ന
തൊഴിലാളികൾ ഉണ്ടാവും, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഉണ്ടാവും, ലോയേഴ്സ് ഉണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റു പല വിഭാഗത്തിൽപ്പെട്ട മുതലാളി വർഗത്തിൽപ്പെട്ട ആളുകൾ, തൊഴിലാളികളെ വെച്ച് കച്ചവടം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പൊ ആ രീതിയിൽ മുതലാളിത്ത വർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തെയാണ് സൊസൈറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പൊ ഒരു സമൂഹത്തില് ഈ സ്റ്റാറ്റസ് ഒന്നും വകവെക്കാതെ എല്ലാ ആളുകളും അവരവരുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ സമൂഹത്തിന്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കുമെന്നാണ് പാഴ്സൺസും ഡേവിസും പറയാ. അതുകൂടാതെ തന്നെ നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആവശ്യമാണ് അല്ലെ. ഇപ്പം ഒരു വിഭാഗത്തിലെ ഒരു സമൂഹത്തിലെ ഇപ്പൊ വൈറ്റ് കോളർ ജോബുള്ള ആളുകൾ മാത്രമാണ് നിലനിൽക്കുന്നതെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു സുഗമമായിട്ട് സർവൈവ് ചെയ്യാനുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. ഇപ്പൊ തന്നെ നമുക്ക് തൊഴിലാളികൾ, അതായത് കൂലിപ്പണി ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. എല്ലാവരും വിദ്യാഭ്യാസം നേടുകയും അവരെ ഉയർന്ന ജോലികൾ ആഗ്രഹിക്കുകയും കൂലിപ്പണി ചെയ്യാനായിട്ട് ബാക്കി ആർക്കും താല്പര്യമില്ലാത്തൊരവസ്ഥയും കൂടെ വരിക. ഇപ്പം കൂലിപ്പണി ചെയ്യുന്നതിനേക്കാളും ജോലി ഇല്ലാതിരിക്കാനാണ് പലർക്കും താല്പര്യം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തില്, നമ്മുടെ സൊസൈറ്റിയിൽ കൂടുതൽ ആളുകൾ തൊഴിലില്ലാത്തവരായി തീരുകയും പുറമേന്ന് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കൂടുതൽ ബംഗാളികളൊക്കെ ആണെങ്കിൽ നമുക്ക് പണികൾ ചെയ്യാനായിട്ട് ഇപ്പൊ തേപ്പും അതുപോലെ തന്നെ കിണർ തേകാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വരുന്നത് ബംഗാളികളാണ്. അപ്പൊ അങ്ങനെ പുറത്തുനിന്ന് ആളുകളെ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ പണി ചെയ്യിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ വളരെ മോശമാവുകയും കേരളത്തിൽ നിന്ന് അവരുടെ സമ്പത്ത് കൂടുതലായിട്ടും ബംഗാളിലേക്ക്, ബീഹാറിലേക്കൊക്കെ ഒഴുകാനും തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ തന്നെ എല്ലാ വിധത്തിലും ജോലി ചെയ്യാനുള്ള ആളുകൾ തയ്യാറായിട്ടിരിക്കുകയും എല്ലാ ജോലികളും അവരവര് പൂർണ്ണമായിട്ടുള്ള സന്തോഷത്തോടെയും അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് അവർ ആ ഒരു തൊഴിലിന് സംതൃപ്തി അടഞ്ഞിട്ട് ഏത് രീതിയിൽ നമുക്ക് ആ ഒരു തൊഴിലുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നും പൂർണ്ണമായിട്ടും കൃത്യമായിട്ടും ആ ജോലികൾ ചെയ്തു തീർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സമൂഹം വളരെ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മികച്ച രീതിയിലേക്ക് മാറുവാനും അവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സുഗമമായിട്ട് തീരാനായിട്ടും ഒക്കെ ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ട്, ഈ ഫങ്ഷണലിസ്റ്റ് തിയറികളുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പൊ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നമ്മുടെ സമൂഹത്തിൽ വേണമെന്ന് ഓർക്കുക. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവരുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി ടാൽക്കോട്ട് പാഴ്സൺസ് അപ്രോച്ച് ആണ് പറയാ. നമ്മൾ പറഞ്ഞു പാഴ്സൺസും അതുപോലെ ഡേവിസുമാണ് ഈ ഒരു ഫങ്ഷണലിസ്റ്റ് തിയറിയുടെ ഉപജ്ഞാതാക്കൾ. അപ്പോൾ ടാൽക്കോട്ട് പാഴ്സന്റെ അപ്രോച്ച് എങ്ങനെയാണ് ഈ ഒരു ഫങ്ഷണലിസ്റ്റ് തിയറിയിൽ ഉണ്ടാകുന്നത് നോക്കാം. In Parsons' analysis of social system, the problem of order, in the main point, all social systems he believes come into existence because of its members' wanted order, the stability. According to Parsons, a social system excited when two or more people interacted with each other in a bounded situation that their actions influenced others. It means that a social system must first of all have a group of people which could encompass two individuals or even a country. Secondly, the people exist in a common boundary. Thirdly, they interact with each other and either directly or indirectly. And lastly, each other's behavior is influenced by their actions. One can find this is his or her day-to-day interactions. For example, in our daily life, we interacted many people and our behavior is influenced by the persons we interact with. If we are speaking to our teacher or to an elder, we behave in a particular manner. And when we are interacting with our classmates, we behave in a different manner. This different behavior, according to Parsons, is because our action is influenced by the actions of the other persons. Can change or adapt the behavior in different situations. We behave in a certain manner because everybody else behave in a similar manner in this given situation. Besides, we know that if we do not behave in the prescribed manner, a situation may be created which will give rise to disorder. For example, if we have behaved in a rude manner with our friends as if the persons in the enemy, a hostile situation will be created and we may lose the
ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിസ്റ്റ് തിയറി ആരാണ് കൊണ്ടുവന്നത്? പാഴ്സൺസും ഡേവിസുമാണ്. അതുകൂടാതെ ഫംഗ്ഷനിസ്റ്റ് തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? ബോഡിയിലെ ഓരോരോ ഓർഗൻസും അവരുടേതായ ഫങ്ഷൻസ് കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ബോഡിയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുകയും നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലും ഒരേ തരത്തിലുള്ള ആളുകൾ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവുകയും പല ജോലികൾ കൃത്യതയോടെ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ സമൂഹം വളരെ സുഗമമായിട്ട് പോവുകയും ചെയ്യുമെന്ന് ഓർത്തിരിക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല അല്ലെ? കാരണം എന്താണ്? നമുക്ക് ഡോക്ടേഴ്സ് ഒരു നിശ്ചിത ആൾക്കാര് ഒരു പെർസെന്റേജ് മതി. അതിനുശേഷം അതുപോലെ തന്നെ ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പൊ ടീച്ചേഴ്സും ഒരു പരിധി വരെ ഒരു നിശ്ചിത ആളുകൾ മതി. അതുകൂടാതെ നമുക്ക് ലോയേഴ്സും ഒക്കെ കൂടുതലായാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ടാവണം നമ്മുടെ സമൂഹത്തിൽ. എങ്കിൽ മാത്രമേ നമ്മുടെ സൊസൈറ്റിയുടെ പ്രവർത്തനം സുഗമമാവുകയുള്ളൂ. അത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കണ്ണുകൾ, ഇപ്പൊ 2 കണ്ണുകൾ നമുക്ക് ആവശ്യമാണ് അല്ലെ? 2 കൂടുതൽ 8ഉം 10ഉം കണ്ണുകളുടെ ഒന്നും ആവശ്യം നമുക്കില്ല. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തൊഴിലുകൾ ചെയ്യുന്ന പല വിധത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്ന ആളുകളെ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓർഗൻസിലാണെങ്കിലും നമ്മുടെ ശരീരത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാനും എല്ലാ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാകാനും കഴിയുന്ന രീതിയിലുള്ള ഓർഗൻസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പൊ ആ രീതിയിൽ ഈ ശരീരവും അതുപോലെ തന്നെ സമൂഹവും തമ്മിലൊന്ന് ഇന്റർലിങ്ക് ചെയ്തിട്ട് നമ്മൾ എക്സാംസിന് ആൻസേഴ്സ് എഴുതിയാൽ മതി, ഈ ഒരു ഫങ്ഷനിസ്റ്റ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയും മതി. പഠിപ്പിച്ച അത്രയൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരിക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ഈ ഒരു ഫങ്ഷനിസ്റ്റ് തിയറിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.